ഏറ്റവും ഓപ്പൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് നല്ല ബൈങ് പ്രഷർ ആണ് ഗോൾഡില്. ബിക്കോസ് ഗോൾഡ് ഹാസ് ടു ഗോ. അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 4 അവർ റെസിസ്റ്റൻസ് ഏരിയ ഗോൾഡ് നല്ലോണം ബ്രേക്ക് ചെയ്തിട്ട് നല്ല സ്ട്രെങ്ത്തിലാണ് ബ്രേക്ക് ചെയ്തത്. സോ ഇനിയുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇത് റീട്രേസ്മെന്റിൽ നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി. ബട്ട് അത് ഇന്ന് തന്നെ വരണം എന്നൊരു നിർബന്ധമുണ്ട്. ഇന്നിപ്പോ മാർക്കറ്റ് നിൽക്കുന്ന സ്ട്രക്ചറിൽ ഏഷ്യൻ കംപ്ലീറ്റ് ബൈയിങ് എടുത്ത് ഓർഡർ ബ്ലോക്സ് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ഇറ്റ് ക്യാൻ കം അപ്പ് ടു ടേക്ക് ദ ഓർഡേഴ്സ്. സെക്കൻഡ് തിങ്, ഈ ഒരു ലെവല് നമുക്ക് പ്രൈസ് ആക്ഷൻ ബേസിസിൽ നല്ലതാണ്. ദ വെരി ബെസ്റ്റ് സെക്കൻഡ് തിങ്, ഏഷ്യനിൽ ബൈയിങ് വന്നു, ലണ്ടനിൽ അത് കഴിഞ്ഞ് നല്ലൊരു അക്യൂമുലേഷൻ ആണ് നടന്നത്. സോ ദിസ് പാറ്റേൺ റെപ്രസെന്റ്സ് മാർക്കറ്റ് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് സിസ്റ്റത്തിലോട്ട് പോകാനുള്ള ഒരു പ്രോബിലിറ്റിയും കൂടാണ് മാർക്കറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഏഷ്യനിൽ കംപ്ലീറ്റ് ഒരു ബൈ കഴിഞ്ഞിട്ട് ലണ്ടനിൽ നല്ല അക്യുമുലേഷൻ തരുമ്പോൾ ദിസ് ഈസ് ഓൾറെഡി റെസിസ്റ്റൻസ് ദയർ. ആൻഡ് ബോളിജർ ബാൻഡ് എന്ന് പറയുന്നത് നല്ലോണം സ്ക്വീസ് ചെയ്ത് നിൽക്കുകയാണ് ബേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹൈ പ്രോബബിലിറ്റി ഫോർ എ ബേസ്റ്റ്. സോ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഏരിയ ലെവലും ബ്രേക്ക് ചെയ്ത് വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് എസ് എ വെപ്പൺ ക്യാൻഡിൽ. എന്നിട്ടൊരു ബൈ ട്രേഡ്, ഒരു 1:2 ചെറിയൊരു ബൈ ട്രേഡ്. നമ്മൾ ടാർഗറ്റ് ഈസ് അറൌണ്ട് 4100. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ടാർഗറ്റ് വരുന്നത്. ജസ്റ്റ് ഒരു ബ്രേക്ക്ഔട്ട് അതിരുന്നുണ്ടെങ്കിൽ. ബട്ട് ഇത് ഈ ഒരു ലെവലിൽ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6:30 കഴിഞ്ഞിട്ട് ചെറിയൊരു ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി വരും. ഈ ഒരു ലോഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് കണ്ടിന്യൂസ്ലി ബൈങ്ങിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ വാട്ട് മാർക്കറ്റ് ഷോസസ്. അതനുസരിച്ച് നമ്മൾ ട്രേഡ് അനലൈസ് ചെയ്യാറുള്ളൂ. സോ ലെറ്റ്സ് സി. തന്നെ നല്ലൊരു ബ്രേക്ക്ഔട്ട് വിത്ത് നല്ലൊരു മൊമെന്റം ആണ് പൊക്കോണ്ടിരുന്നത്. ബട്ട് വി മിസ്ഡ് ദ ട്രേഡ്, ടു ബി ഓണസ്റ്റ്. ഞാൻ വീട്ടിലില്ലായിരുന്നു. പിന്നെ മാക്സിമം ഫോൺ ട്രേഡ്സ് അവോയ്ഡ് ചെയ്യാറാണ് പതിവ്. ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് 5-5:30 സമയത്താണ് ഈ ബ്രേക്ക്ഔട്ട് വരുന്നത്. പിന്നെ നമുക്ക് 1 അവറും കൂടെ ഉള്ളൂ US സെഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്തു, എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ബട്ട് മൊമെന്റം ഈസ് ഗുഡ്. നമ്മൾ പറഞ്ഞ ടാർഗറ്റ് 4100, 4099 ആ ഒരു ലെവലാണ് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് ഈ ഒരു മൊമെന്റത്തിന്റെ. ഇൻ കേസ് നമ്മൾ ട്രേഡ് എടുത്തായിരുന്നെങ്കിലും കംപ്ലീറ്റ്ലി ബ്രേക്ക്ഔട്ട് വന്ന ഈ ക്യാൻഡിലാണ്. സ്റ്റോപ്പ് ലോസ് അറൌണ്ട് ഈ ഒരു ലെവലെങ്കിലും വരും. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്ത ഇല്ല, 1:1 വരും. അതിലും നല്ലത് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു റീടെസ്റ്റിൽ ഒരു ലിക്വിഡിറ്റി ഹണ്ടിങ്ങോ അല്ലെങ്കിൽ നല്ലൊരു വെപ്പൺ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേണോ അങ്ങനെ എന്തെങ്കിലും തരുമോ എന്ന് നോക്കാം. അങ്ങനെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഇവിടെ ഇപ്പൊ ഇത്രയും മൊമെന്റം വന്നതൊന്നുമില്ല. ഇവിടെ നല്ലൊരു അക്യുമുലേഷന് ശേഷം ഉണ്ടായ ബ്രേക്ക്ഔട്ട് ആയതുകൊണ്ടാണ് നല്ലൊരു മൊമെന്റം തന്നത്. അത് തന്നെയാണ് ബോളിഞ്ചർ ബാൻഡിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അക്യുമുലേഷൻ വരുന്ന ടൈമിൽ നല്ലോണം സ്ക്വീസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഔട്ട് ടൈമിൽ നല്ലൊരു പമ്പ് വരും. സോ 4100 ഇസ് എ ഗുഡ് റെസിസ്റ്റൻസ് ലെവൽ. പിന്നെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ചെക്ക് ചെയ്യുകയാണെങ്കിൽ എവിടം വരെ പോകാന്ന് വെച്ചാൽ മാർക്ക് ചെയ്തേക്കുന്ന ഈ ലെവൽസ് വരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. പക്ഷെ ഇന്ന് പോകുന്ന വെച്ചാൽ ഇന്ന് ഓൾറെഡി മാർക്കറ്റ് 950 പിപ്സിന്റെ പുറത്ത് മൊമെന്റം തന്നു കഴിഞ്ഞു. ഇതൊക്കെ മാർക്കറ്റിൽ വരുന്ന വലിയ മൊമെന്റംസ് ആണ്. 900 പിപ്സ് ഒരു ദിവസം ഗോൾഡ് മൂവ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ബുള്ളിഷ് റാലി സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ടാണ് ഗോൾഡിന് ഈ ഒരു ട്രെൻഡ് തുടങ്ങിയത്. 500-600 നിന്ന നിപ്പിന് സ്ട്രെച്ചിൽ പോവുക. നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഗോൾഡിന്റെ മൊമെന്റ്. ഒരു 100-200-300 പിപ്സിന്റെ മൊമെന്റ് ഒക്കെ ഉള്ളത്. സോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ട്രേഡിന്റെ. നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് നല്ലൊരു മൊമെന്റം പുഷ് തിരിച്ച് റിട്ടേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ ലണ്ടൻ ലിക്വിഡിറ്റി എടുക്കാറാണ് മാർക്കറ്റ് പതിവ്. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ബിക്കോസ് ഈ ട്രേഡ് എടുക്കുന്നവർക്ക് വെപ്പൺ ക്യാൻഡലിന്റെ താഴെ ആയിരിക്കുമല്ലോ സ്റ്റോപ്പ് ലോസ്. അപ്പൊ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു 1 മിനിറ്റ് OB പെൻഡിങ് ഉണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്ത് ഈ ഒരു ലെവൽ വേണമെങ്കിലും വരാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്ക് പറ്റുന്നത് വി വിൽ ട്രേഡ് ഓൺ വാട്ട് വി സീ അറ്റ് ദ മൊമെന്റ്. അത്രയേ ഉള്ളൂ. യൂറോ AUD നല്ലൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് നൈസ് 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 നൈസ്. ഐ എക്സ്പെക്ട് എ ബൈ അറൌണ്ട് ദിസ് ഏരിയ. ഫോർ 1:3 ട്രേഡ്. വിൽ ടേക്ക് ദാറ്റ് ട്രേഡ്. അതും അപ്ഡേറ്റ്. അതുപോലെ തന്നെ 4100 ഈസിലി മാർക്കറ്റ് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഒരു റിട്രേസ്മെന്റ് തരാത്തത് കൊണ്ട് നമുക്കൊരു ട്രേഡ് എടുക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ലണ്ടൻ സെഷൻ നല്ലൊരു പുഷ് മാർക്കറ്റ് തന്നിട്ടുമുണ്ട്. സോ പ്രോബബിലിറ്റി ഫോളോ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇനിയുണ്ട്. സോ ഐ എം അവോയ്ഡിങ് ട്രേഡിംഗ് ടുഡേ. നമ്മൾ നോക്കാം നല്ല കൺഫർമേഷൻ കിട്ടുമോ ഇല്ല എന്നുള്ളത്. ആൻഡ് യൂറോ AUD നമ്മുടെ ലെവൽസിൽ എത്തിയിട്ടില്ല. ഞാൻ ഈ ഒരു ലെവലിൽ ഈ ഒരു ലിക്വിഡിറ്റി ഹണ്ടിന് കൺഫർമേഷൻ കിട്ടിയിട്ട്
അവിടെ ഒരു 5 മിനിറ്റ് കാൻഡിൽ സ്റ്റിക് പാറ്റേണിന്റെ കൺഫർമേഷൻ ആണ് ലാസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അവിടെ വരികയാണെങ്കിൽ മാത്രം വി വിൽ ഗോ ഫോർ എ ട്രേഡ്. മേ ബി വിൽ ഓൾസോ സ്ക്വീസ് ഇവിടെ എത്തുമ്പോഴത്തേക്ക്. സോ വെയിറ്റ് ചെയ്യാം. ഒബിയസ്ലി വേറെ എന്ത് ചെയ്യാനാണ്? ദാറ്റ്സ് ട്രേഡിംഗ് പേഷ്യൻസ് ആൻഡ് വെയിറ്റിംഗ്. ഈ ലെവലിൽ കംപ്ലീറ്റ്ലി വന്നിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ട് പോകാനാണെങ്കിൽ ഓക്കെ. ബട്ട് സ്റ്റിൽ ഏഷ്യൻ സെഷനും ബൈയിങ് തന്നു, ലണ്ടൻ സെഷനും ബൈയിങ് തരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇറ്റ് ലിറ്റിൽ ഡേഞ്ചറസ്. സോ അപ്പോൾ നോക്കാം. ഈ ഒരു ഏരിയയിൽ റിയാക്ഷൻ കിട്ടും എന്നുണ്ടെങ്കിൽ വി വിൽ എൻറ്റർ ഒബിയസ്ലി. ഇല്ലെങ്കിൽ വി വിൽ ജസ്റ്റ് ഡ്രോപ്പ് അവർ പ്ലാൻ ഫോർ ടുഡേ. നമ്മൾ ഇന്ന് ട്രേഡ് എടുക്കുന്നത് ഗോൾഡ് നല്ലൊരു ബൈയിങ്. ഈ ഒരു ബൈയിങ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലാസ്റ്റ് വീക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കയറിപ്പോകുന്നത്. ഈ ഒരു ആംഗിൾ പിടിച്ച് വന്നു. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ടെൻഡൻസി. ഇപ്പൊ എന്തായാലും മാർക്കറ്റ് ഈ ഒരു ലെവലിൽ വരണം. നല്ലൊരു ലെവലിൽ വന്നിട്ട് കയറിയപ്പോൾ പ്രോബബിലിറ്റി ഉണ്ട്. വി ക്യാൻ ബി. ഇന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1:2 കിട്ടില്ല എന്നുള്ളതാണ് ആസ് എ ഡേ ട്രേഡർ നമ്മുടെ കൺസേൺ. നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി ലെവൽ എടുത്തിട്ട് ബയേഴ്സ് എൻ്റർ ആയിട്ടുണ്ട്. നമുക്ക് പക്ഷെ നല്ലൊരു എൻട്രി പോയിന്റ് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ വി ആർ സെർച്ചിങ് ഫോർ ആൻ എൻട്രി പോയിന്റ്, എക്സ്പെക്ടിങ് എ ബൈ അറൌണ്ട് ദിസ് ഏരിയ. ഈ ഒരു ഏരിയയിൽ നമ്മൾ തിരിച്ച് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ലുക്ക് ഫോർ എ ബൈ. ടാർഗറ്റ് ഈ ഒരു ഏരിയയിൽ കീപ്പ് ചെയ്യാം. ഈ ഒരു ഏരിയയിലും ടാർഗറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. തിരിച്ചിറങ്ങി വരുവാണെങ്കിൽ മാത്രം ഈ ഒരു ഏരിയ. എന്റെ വീഡിയോ ആക്ച്വലി ഇന്നലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പുറത്തായിരുന്നു. അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിടത്തു തന്നെ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇവിടെ ഒരു MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്നവരുണ്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നവരുണ്ട്, പ്രോപ്പർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ദിസ് ഇസ് എ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ദിസ് എ മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കഴിഞ്ഞാൽ മൈനർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്ന പോയിന്റ്സ് ആർ ഓൾവേസ് ലിക്വിഡിറ്റീസ്. ഈ ലിക്വിഡിറ്റി ഗ്രാബും കഴിഞ്ഞിട്ട് നമ്മൾ 1 മിനിറ്റിൽ നമുക്കൊരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ കൺഫർമേഷൻ കിട്ടിയായിരുന്നു. ബട്ട് വി വെയിറ്റഡ് ഫോർ എ 3 മിനിറ്റ്. 3 മിനിറ്റ് ടൈമിൽ മാർക്കറ്റ് ഈ ഒരു ബിഗ് ഫോർമേഷൻ തന്നപ്പോൾ തന്നെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ടാർഗറ്റ്, ആ പറഞ്ഞ സെയിം ടാർഗറ്റ് 1:3 സോ ആ ഒരു ട്രേഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു.